ഇന്നത്തെ ഒരു ക്വിക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ രണ്ട് കാർഡുകൾ തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ പലരും എൻ്റെ ചാനലിൽ തന്നെയുള്ള സ്ലൈസിൻ്റെയും വൺ കാർഡിൻ്റെയും യൂണിക്കാർഡിൻ്റെയും ഒക്കെ വീഡിയോസ് കണ്ടു കാണും. സ്ലൈസും വൺ കാർഡും എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന രണ്ട് ക്രെഡിറ്റ് ലൈൻ കാർഡുകളാണ്. അതിൽ വൺ കാർഡ് പാർട്ട്ലി ക്രെഡിറ്റ് ലൈൻ ആയിട്ടും ക്രെഡിറ്റ് കാർഡായിട്ടും രണ്ട് വേരിയൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. സ്ലൈസ് കാർഡാണ് പ്യുവർ ക്രെഡിറ്റ് ലൈൻ കാർഡ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി ഈ കാർഡുകൾ എന്തൊക്കെ രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു, എന്തൊക്കെയാണ് ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്, ഏതാണ് ഏറ്റവും നല്ലത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ചും മുഴുവനായിട്ടും കണ്ട് ഞങ്ങളുടെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ പങ്കുചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. വൺ കാർഡും തമ്മിലുള്ള ആദ്യത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഏത് ഓർഗനൈസേഷൻസ് ആണ് ഇവ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ്. സ്ലൈസിനെ പറ്റി പറയുകയാണെങ്കിൽ ഗാരേജ് പ്രൊണോസ് ഇന്റർനെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ഫിൻടെക് സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഇത് നൽകുന്നത്. അതുപോലെ തന്നെ വൺ കാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിലും അത് ഒരു ഫിൻടെക് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് നമുക്ക് തരുന്നത്. അത് FPL ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് നൽകുന്നത്. ഇനി ഇവർക്ക് ഫിനാൻസിങ് പാർട്ട്ണറും കൂടെ വേണം. അതായത് ഈ രണ്ട് കാർഡുകളും സർവീസ് തരുന്ന കമ്പനീസ് അല്ലെങ്കിൽ ടെക്നോളജി മോണിറ്റർ ചെയ്യുന്ന കമ്പനീസ് ആണ് ഈ പറഞ്ഞ ഫിൻടെക് കമ്പനീസ് എന്ന് പറയുന്നത്. ഇനി ഏത് ബാങ്കുകളുമായിട്ടാണ് ഈ സ്ലൈസ് ആയാലും വൺ കാർഡ് ആയാലും അസോസിയേറ്റ് ചെയ്തതെന്ന് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ രണ്ടിലും ഒരു കോമൺ പാർട്ട്ണറിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് SBM ബാങ്കാണ്. SBM ബാങ്കാണ് സ്ലൈസിൻ്റെയും വൺ കാർഡിൻ്റെയും കോമൺ ആയിട്ടുള്ള ഒരു ഫിൻടെക് പാർട്ട്ണർ എന്ന് പറയുന്നത്. എന്നാൽ വൺ കാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ബാങ്ക്സുമായിട്ട് ഇവർക്ക് അസോസിയേഷൻ ഉണ്ട്. ഒന്ന് IDFC ഫസ്റ്റ് ബാങ്കാണ്, പിന്നൊന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്കാണ്, പിന്നെ ഫെഡറൽ ബാങ്കും, പിന്നെ ഒരു NBFC ആയിട്ടുള്ള BOB ഫിനാൻഷ്യലും ആയിട്ടും ഇവർക്ക് അസോസിയേഷൻ ഉണ്ട്. ബാങ്ക് ഓഫ് ബറോഡയുടെ ഫിനാൻഷ്യൽ കമ്പനിയാണ് BOB ഫിനാൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു രണ്ട് കാർഡിൻ്റെയും പാരന്റ് കമ്പനീസും അവർ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ബാങ്കുകളുമായിട്ടുള്ള പ്രത്യേകത. റിവാർഡ്സ് ആൻഡ് ചാർജസ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിലേക്ക് പോവാം. ഇനി സ്ലൈസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അവർ അവകാശപ്പെടുന്നത് ഓരോ ട്രാൻസാക്ഷനിലും ഏകദേശം 2% ക്യാഷ് ബാക്ക് എന്നാണ്. എന്നാൽ ഇത് തീർച്ചയായിട്ടും പരിധിയുള്ള ഒരു ടൈപ്പിലുള്ള ഒരു റിവാർഡ് റേറ്റ് ആണ്. അതായത് നിലവിൽ ആദ്യമായിട്ട് നമ്മൾ സ്ലൈസ് കാർഡ് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ 1% ക്യാഷ് ബാക്ക് ആണ് അവർ നൽകുന്നത്. നമ്മൾ 3 ലക്ഷം രൂപ വരെ സ്ലൈസ് കാർഡ് ഉപയോഗിച്ച് കഴിയുമ്പോൾ മാത്രമേ 2% ക്യാഷ് ബാക്ക് എന്ന് പറയുന്ന ഒരു റിവാർഡ് റേറ്റ് അൺലോക്ക് ആവുകയുള്ളൂ. ഇനി സ്ലൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് ജോയിനിങ് ഫീസ് ഇല്ല, ആനുവൽ ഫീസ് ഇല്ല, കൂടാതെ റിവാർഡ് റിഡംഷൻ ചെയ്യുന്നതിനും ഫീസൊന്നുമില്ല. ഇനി വൺ കാർഡിൻ്റെ കേസ് പറയുകയാണെങ്കിൽ വൺ കാർഡിൽ പല കാറ്റഗറി അനുസരിച്ച് റിവാർഡ് പോയിന്റ്സ് ആണ് നമുക്ക് ലഭിക്കുന്നത്. സ്ലൈസിൽ ഡയറക്റ്റ് ക്യാഷ് ബാക്ക് ലഭിക്കുമ്പോൾ വൺ കാർഡിൽ നമുക്ക് റിവാർഡ് പോയിന്റ്സ് ആണ് കിട്ടുന്നത്. ഈ റിവാർഡ് പോയിന്റ്സ് പല കാറ്റഗറി അനുസരിച്ച് മാറിയും തിരിഞ്ഞും ഒക്കെ ഇരിക്കുന്നതായിരിക്കും. ഇനി 1% വരെയുള്ള ഒരു റിവാർഡ് പോയിന്റ് ആണ് വൺ കാർഡിൽ ലഭിക്കുന്നത്. വൺ കാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിലും ഇതിനും നിലവിൽ ജോയിനിങ് ഫീസോ ആനുവൽ ഫീസോ റിവാർഡ് റിഡംഷൻ ഫീസോ ഒന്നും തന്നെ ഇല്ല. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു കാർഡ് കൂടുതൽ ആൾക്കാരുകളിൽ എത്തുമ്പോഴത്തേക്കും ഇപ്പോൾ സ്ലൈസ് ആയാലും വൺ കാർഡ് ആയാലും ഉപഭോക്താക്കൾ കൂടുമ്പോൾ പുതിയ ചാർജസ് ഇൻട്രൊഡ്യൂസ് ചെയ്യായികയില്ല എന്ന് ഉള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് അവർക്ക് വേണമെങ്കിൽ ഭാവിയിൽ പുതിയ ചാർജസ് കൊണ്ടുവരാനായിട്ട് കഴിയുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് പറയുന്നത് സ്ലൈസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്ലൈസിൻ്റെ ബില്ല് നമുക്ക് 3 സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സ്ലൈസിനെ കുറിച്ച് പലരും എന്നോട് ചോദിക്കുന്നത് ഇതിൽ എപ്പോഴാണ് നമ്മൾ എടുത്ത പൈസ തിരിച്ചടക്കേണ്ടത് എന്നുള്ളതാണ്. ഈ ഒരു ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യനിൽ എൻ്റെ ഉത്തരം എന്ന് പറയുന്നത് കൃത്യം ഒരു മാസം കഴിഞ്ഞ് അടുത്ത മാസം ഒരു 5-ാം തീയതിക്ക് മുമ്പായിട്ട് ബില്ല് ജനറേറ്റ് ചെയ്യുകയും 5-ാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ നമ്മൾ ബില്ല് പേ ചെയ്യുകയും ചെയ്യണം. അതായത് ഞാൻ ജനുവരിയിൽ എടുത്ത കടങ്ങൾക്ക് ഞാൻ ഫെബ്രുവരി തുടങ്ങുമ്പോൾ തന്നെ അത് റീപേ ചെയ്തിരിക്കണം എന്നുള്ളതാണ് സ്ലൈസിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ അങ്ങനെയാണെങ്കിൽ കൂടി, അതായത് സാധാരണ ക്രെഡിറ്റ് കാർഡുകൾ വെച്ച് നോക്കുമ്പോൾ ഒരു 45 ഡേ ഒരു പീരീഡ് ഉണ്ടല്ലോ നമുക്ക് പണം തിരിച്ചടയ്ക്കാനുള്ള, അത് മിക്കവാറും സ്ലൈസിൽ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നമെന്ന് പറയുന്നത്. പക്ഷേ അതിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരു പവർഫുൾ ഫീച്ചർ സ്ലൈസ് കാർഡിൻ്റെ കേസിലുള്ളത്, നമുക്ക് നിലവിൽ ഒരു ബില്ലുണ്ടെങ്കിൽ ആ ബില്ലിനെ നമുക്ക് 3 മാസത്തേക്കായിട്ട് കുറച്ചായിട്ട് അടയ്ക്കാനായിട്ട് സാധിക്കും. നമുക്ക് ആ ബില്ല് സ്പ്ലിറ്റ് ചെയ്ത് അടയ്ക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ബില്ല് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഒരു ചാർജസ് കൊടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും കൊടുക്കണ്ട എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്.
മാത്രമല്ല നമുക്ക് ഇതിൽ യാതൊരുവിധ ഇൻട്രസ്റ്റും 3 മാസത്തെ പീരീഡിലത്തേക്കാണ് ബില്ല് സ്പ്ലിറ്റ് ചെയ്യുന്നതെങ്കിൽ കൊടുക്കേണ്ടതായിട്ട് വരില്ല. അതായത് 3000 രൂപയാണെങ്കിൽ നിങ്ങൾക്ക് 3 മാസം കൊണ്ട് 1000 വെച്ച് അടച്ചു തീർക്കാനായിട്ട് സ്ലൈസ് വഴിയൊരുക്കുകയാണ്. എന്നാൽ വൺ കാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വൺ കാർഡ് ഇങ്ങനെ ഒരു ഫീച്ചർ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ബില്ല് പതുക്കെ EMI ആയിട്ട് അടയ്ക്കാം, പക്ഷേ അതിനൊരു ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ ചാർജസ് അവർ ഈടാക്കുന്നുണ്ട്. അതാണ് വൺ കാർഡും സ്ലൈസും തമ്മിലുള്ള ഈ ഒരു ആസ്പെക്റ്റിൽ 3 മാസം കൊണ്ട് ബില്ല് അടയ്ക്കുന്നതിൽ ഉള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി ഇവിടെ വൺ കാർഡ് പറയുന്നത് പവർഫുൾ ആയിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ എന്നുള്ളതാണ് വൺ കാർഡിനെ പറ്റി പറയാനുള്ളത്. അത് സ്ലൈസ് കാർഡിൻ്റെ കേസ് എടുത്താലും പവർഫുൾ ആയിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. അവരുടെ ഇതിനകത്ത് അഡീഷണൽ ആയിട്ടുള്ള ക്യാഷ് ബാക്കുകൾ തരുന്ന സ്പാർക്ക് എന്ന് പറയുന്ന ഓഫേഴ്സും ഉണ്ട്. അപ്പം ഞാൻ ഈ സ്ലൈസിനെ കുറിച്ചും വൺ കാർഡിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടു നോക്കുമ്പോൾ ഇവയുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാവും. നിലവിൽ ഇതൊരു കമ്പാരിസൺ മാത്രമായിട്ട് കരുതുക. അപ്പോൾ സ്ലൈസിന് ആനുവൽ ഫീസ് ഒന്നുമില്ല. ക്രെഡിറ്റ് ലിമിറ്റ്സ് വളരെ കൂടുതലാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. 1,00,000 രൂപ തൊട്ട് ഏകദേശം 10 ലക്ഷം രൂപ വരെയുള്ള ക്രെഡിറ്റ് ലിമിറ്റ് തരുന്നതായിരിക്കും. വൺ കാർഡിൻ്റെ കേസിലും ഏകദേശം സിമിലർ ആണ്. അവരും ഒരു നല്ല ക്രെഡിറ്റ് ലിമിറ്റ് നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇനി വൺ കാർഡിനെ ആക്ടിവേറ്റ് ചെയ്യാനായാലും സ്ലൈസ് കാർഡിനെ ആക്ടിവേറ്റ് ആയാലും ഓൺ ബോർഡ് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് സാധിക്കുന്ന 2 കാർഡ്സാണ് ഈ 2 കാർഡും എന്ന് പറയുന്നത്. അതായത് 5 മിനിറ്റിൽ താഴെ എടുക്കത്തുള്ളൂ ഒരു വൺ കാർഡിന് അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സ്ലൈസ് കാർഡിന് അപ്ലൈ ചെയ്യാൻ. നിങ്ങളുടെ CRIF സ്കോറും ക്രെഡിറ്റ് സ്കോറും ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഇവർ നിങ്ങൾക്ക് എലിജിബിലിറ്റി തരുന്നത്. ഇനി നിങ്ങൾക്ക് ഇവിടെ റിവാർഡ് പോയിന്റ്സിൻ്റെ കേസ് വൺ കാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 5x റിവാർഡ് കാറ്റഗറിയൊക്കെ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ റിവാർഡ് പോയിന്റ്സ് റിഡീം ചെയ്ത് എടുക്കാനായിട്ടും സാധിക്കുന്നതായിരിക്കും. അതായത് ഒരു 1% ഒക്കെയാണ് റിവാർഡ് പോയിന്റ്സിൻ്റെ ആ ഒരു റിഡംഷൻ നിങ്ങൾക്ക് കിട്ടുന്നത്. സ്ലൈസിലും 1% ആണ് ആദ്യമായിട്ട് സ്ലൈസ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിവാർഡ് റേറ്റ് എന്ന് പറയുന്നത്. ഇനി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവരുടെ 2 പേരുടെയും ബാങ്കിങ് പാർട്ട്നേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതായത് സ്ലൈസ് കാർഡ് ആയാലും വൺ കാർഡ് ആയാലും SBM ബാങ്കുമായിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കുന്നത് റീപേയ്മെൻറ്റിനെ കുറിച്ചുള്ള കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയാണ് ഇതിൻ്റെ റീപേയ്മെൻറ്റ് വരുന്നത് എന്നുള്ളത്. അതായത് ഒരെണ്ണത്തിൽ കൂടുതൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, 3 മാസം കൊണ്ട് പണം തിരിച്ചടയ്ക്കാം. മറ്റതിൽ അത്രയും ഫ്ലെക്സിബിലിറ്റി ഇല്ല. ഇനി ഇവരുടെ ഒരു ചാർജസ് എങ്ങനെയാണ് നിങ്ങളിൽ നിന്ന് ഈടാക്കപ്പെടാൻ സാധ്യതയുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. കാരണം ഈ വീഡിയോ ഒരു ക്വിക്ക് വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 2 കാർഡായാലും നമ്മൾ കൃത്യസമയത്തിന് പണം തിരിച്ചടച്ചില്ലെങ്കിലാണ് നമുക്ക് ചാർജസ് വരുന്നത്. നമ്മൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ പണം എടുത്തതിന് ശേഷം കറക്റ്റായിട്ട് അത് തിരിച്ചടച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അധികം ചാർജസ് ഒന്നും ഇല്ലാതെ തന്നെ ഈ കാർഡ്സ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മൾ പണം തിരിച്ചടവ് മുടക്കം വരുത്തുകയാണെങ്കിലോ തിരിച്ചടവ് ശരിയായിട്ടുള്ള രീതിയിൽ നടത്തുന്നില്ലെങ്കിലോ കുറേ അധികം ചാർജസ് ഇവർ ഈടാക്കുന്നതായിരിക്കും. ഒന്ന് പലിശ എന്ന് പറയുന്ന ചാർജസ് ആയിരിക്കും വരുന്നത്. രണ്ടാമത് പ്രോസസ്സിംഗ് ഫീസ് മുതലായ ചാർജസുകൾ ഈടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ കാർഡ്സിൻ്റെ സ്വന്തം ബാങ്കിങ് പാർട്ട്നേഴ്സുമായിട്ടും ഈ കാർഡിൻ്റെ കമ്പനികളുടെ ഡിസ്ക്രിപ്ഷനും അനുസരിച്ചിട്ടായിരിക്കും ഇവരിത് ചെയ്യുന്നത്. ഞാൻ 2 കാർഡിനെയും ഏതാണ് വിന്നറായിട്ട് തിരഞ്ഞെടുക്കുന്നത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്താനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളതും സ്ലൈസ് കാർഡ് തന്നെയാണ്. സ്ലൈസ് കാർഡ് എന്ന് ഞാൻ പറയാൻ കാരണം ഇതിനെ എനിക്ക് 3 മാസം കൊണ്ട് ബില്ല് പേ ചെയ്ത് അടച്ചു തീർക്കാനായിട്ട് സാധിക്കുന്നു. അതൊരു പ്രത്യേകതയാണ്. പിന്നെ ഇതിനകത്ത് റെഡിലി ആയിട്ട് എനിക്ക് റിവാർഡ് റേറ്റ് ക്യാഷ് ആയിട്ട് റിഡീം ചെയ്യാൻ പറ്റുന്നു. അതായത് എത്ര രൂപയാണ് എനിക്ക് റിവാർഡ്സ് ആയിട്ട് 1% ക്യാഷ് ബാക്ക് എന്ന രീതിയിൽ കിട്ടുന്നത്, ആ ക്യാഷ് ബാക്ക് ആ സെക്കൻഡിൽ തന്നെ വേണമെങ്കിൽ എനിക്ക് ക്യാഷ് ആയിട്ട് റിഡീം ചെയ്ത് എൻ്റെ ബാലൻസിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. മറ്റൊരു ഗുണം എന്ന് പറയുന്നത് വേറൊരു കാര്യം, ഇതിന് ഒരുപാട് മർച്ചൻസുമായിട്ട് ടൈപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ സ്പാർക്ക് ഓഫേഴ്സൊക്കെ സാധാരണ നൽകുന്ന ഓഫേഴ്സിൽ നിന്നും അധികമായിട്ട് കിട്ടുന്ന ഓഫേഴ്സാണ്. അതായത് ഞാൻ ഇപ്പോൾ DTH റീചാർജ് ചെയ്യുമ്പോൾ 50 rupees ക്യാഷ് ബാക്ക്, അല്ലെങ്കിൽ ഞാൻ ആമസോണിൽ ഷോപ്പ് ചെയ്യുമ്പോൾ 150 rupees ക്യാഷ് ബാക്ക്, അങ്ങനെയുള്ള ടൈംലി ആയിട്ടുള്ള പല ഓഫേഴ്സും ഇതിൽ കിട്ടുന്നുണ്ട്. ഈ 2 കാർഡ്സും എനിക്ക് ഫിസിക്കൽ കാർഡായിട്ടും വിർച്വൽ കാർഡായിട്ടും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതിലെ വൺ കാർഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു പ്ലാസ്റ്റിക് കാർഡല്ല, ഒരു മെറ്റാലിക് കാർഡാണ് വൺ കാർഡ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡ്യൂറബിലിറ്റി, കാർഡിൻ്റെ കേസിൽ അതിൻ്റെ ഡ്യൂറബിലിറ്റി കുറച്ചുകൂടെ കൂടുതലാണെന്ന് പറയാം. ഇനി കാർഡ്സിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഇതിൽ NFC ഉണ്ട്, മാഗ്നറ്റിക് സ്ട്രിപ്പ് ഉണ്ട്,
കൂടാതെ ചിപ്പും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കാർഡിലും ഈ എല്ലാ ഫീച്ചേഴ്സും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഇനി എനിക്ക് സ്ലൈസ് കാർഡ് പുറത്തുള്ള മാർക്കറ്റ്സിലും മറ്റും ഉപയോഗിക്കുമ്പോൾ, ഗ്രോസറി ഷോപ്പായാലും ഇപ്പോൾ ടീ ഷോപ്പുകളായാലും റെസ്റ്റോറൻറ്റ്സ് ആയാലും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ചില സമയങ്ങളിൽ അഡീഷണൽ ആയിട്ടുള്ള ക്യാഷ് ബാക്ക് ലഭിക്കുന്ന തരത്തിലുള്ള ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അഡീഷണൽ ക്യാഷ് ബാക്ക്സ് ലഭിക്കുന്ന സ്പാർക്ക് എന്ന് പറയുന്ന ഓഫർ 3 മാസം കൊണ്ട് പണം സ്പ്ലിറ്റ് ചെയ്ത് അടയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ, പിന്നെ എൻ്റെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ ഇതിലേക്ക് റെഫർ ചെയ്ത് റിവാർഡ് കിട്ടാനുള്ള ഓപ്ഷൻ, ഇതൊക്കെ ഉള്ളത് സ്ലൈസ് കാർഡിലാണ്. വൺ കാർഡിലും റെഫറൽ ആൻഡ് ഇൻവൈറ്റ് ഓഫേഴ്സ് റൺ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ കൂടുതലും ഇഷ്ടപ്പെടുന്നത് സ്ലൈസ് കാർഡിനാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ സ്ലൈസ് കാർഡാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. കുറച്ചുകൂടെ മണി സെൻട്രിക് ആയിട്ട്, ക്യാഷ് ബാക്ക് സെൻട്രിക് ആയിട്ടുള്ളൊരു കാർഡായിട്ട് ഞാൻ സ്ലൈസ് കാർഡിനെ കാണുന്നു. അപ്പോൾ ഇതിൽ ഞാൻ വിന്നറായിട്ട് സെലക്ട് ചെയ്യുന്നത് സ്ലൈസ് കാർഡിനാണ്. നിങ്ങൾ ഈ രണ്ട് കാർഡിൽ ഏത് കാർഡാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, എന്തുകൊണ്ടാണ് എന്നുള്ളത് കമൻസിലൂടെ അറിയിക്കുക. ഇനി നിങ്ങൾ ഈ കാർഡ് എടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ലൈസ് കാർഡിൻ്റെ ആയാലും വൺ കാർഡിൻ്റെ ആയാലും ലിങ്കുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ സ്ലൈസ് കാർഡിൻ്റെ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ സൈൻ അപ്പ് ചെയ്യുമ്പോൾ സ്ലൈസ് കാർഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 300 rupees വരെ ക്യാഷ് ബാക്ക് ലഭിക്കുന്നതായിരിക്കും. വൺ കാർഡിലും ഇപ്പോൾ അതുപോലുള്ള ഓഫേഴ്സ് ഉണ്ട് എന്ന് തോന്നുന്നു. എന്നാലും ഐ എം നോട്ട് ഷുവർ. ഐ എം നോട്ട് ആൻ ആക്റ്റീവ് യൂസർ ഓഫ് വൺ കാർഡ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ കാർഡുകളെ കുറിച്ച് പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരുമായിട്ട് എത്തിക്കുക. ചാനൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിലൂടെ ഞങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ആ ഗ്രൂപ്പിൻ്റെ ലിങ്കുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ രണ്ട് കാർഡുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക്സും ഈ ഒരു വീഡിയോയിൽ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ സ്ലൈസ് കാർഡ് ആൻഡ് വൺ കാർഡ് കമ്പാരിസൺ നിങ്ങൾക്ക് മനസ്സിലായി അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ വിന്നറായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് സ്ലൈസ് കാർഡിനെയാണെന്ന് ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ടൈം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.